ബ്രാൻഡ് ബുക്കിന്റെ റേഡിയോ മാഗസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക അഭിമുഖത്തിലേക്ക് അല്ലെങ്കിൽ അതിലെ കണ്ടെത്തലുകളിലേക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലുകയാണ്. ശരിയാണ്. ബ്രാൻഡ് ബുക്ക് ഇയർ ബുക്ക് വരുന്നുണ്ടല്ലോ, അതിലേക്കുള്ളൊരു ലേഖനം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു സംഭാഷണം നടന്നു. അതെ. ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ്, പിന്നെ കൺസെപ്റ്റ് ഡെവലപ്പർ, പൊസിഷൻ കോച്ചൊക്കെയായ ജാഫർ ഇടക്കര. അദ്ദേഹം മഞ്ചേരിയിൽ പുതുതായിട്ട് വരാൻ പോകുന്നൊരു സ്ഥാപനം എം സ്കൂൾ എന്ന് പറയും. എം സ്കൂൾ. അതിന്റെ സാരഥി ഷബീബുമായിട്ട് സംസാരിച്ചു. ആ സംഭാഷണത്തിലെ പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. അതെ. ഈ എം സ്കൂൾ എന്ന് പറയുമ്പോൾ മീഡിയ, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ഈ 3 എമ്മുകൾ. അതെ, ആ 3 എമ്മുകൾ ഈ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സംരംഭം. അവ നിലവിലെ രീതിയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇവർ കൊണ്ടുവരുന്നത് എന്നാണല്ലേ നമ്മൾ നോക്കുന്നത്? അതെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് എം സ്കൂളിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തെല്ലാം കഴിവുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്, പിന്നെ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് അതിനെത്രത്തോളം ഊന്നൽ കൊടുക്കുന്നുണ്ട്, പ്രായോഗിക പരിശീലനം. അതെ, അതോടൊപ്പം തൊഴിൽ സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ മീഡിയ, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് ഫീൽഡിൽ ഒരു കരിയറൊക്കെ നോക്കുന്നവർക്ക്. തീർച്ചയായും അവർക്കിത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം. പിന്നെ ഇവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ബ്രാൻഡ് ബുക്ക് പോലുള്ള സംരംഭങ്ങളുടെ ഒരു പ്രാധാന്യം വരുന്നത്. ശരിയാണ്. ഇതുപോലുള്ള പുതിയ ചിന്തകൾ, പുതിയ സ്ഥാപനങ്ങൾ, അതിനെയൊക്കെ കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ബിസിനസ് ലോകത്തിനും അതുപോലെ പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യും. ശരിയാണ്. ഒരു ദിശാബോധം നൽകാൻ സഹായിക്കും. അതെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ എം സ്കൂള്? നിലവിലുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയൊന്ന് വരുമ്പോൾ എന്താണിതിന് പിന്നിലെ ആശയം? എന്തിനാണ് ഇങ്ങനെയൊരു മാറ്റം? എം സ്കൂൾ, ഷബീബ് ആ സംഭാഷണത്തിൽ വിശദീകരിക്കുന്നത് പോലെ, ഈ പറഞ്ഞ മീഡിയ, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ഇത് 3 ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ ഡിജിറ്റലൈസം അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഡിപ്ലോമ കോഴ്സുകൾ കൊടുത്തിരുന്നു. അതിന്റെ ഒരു വളർച്ചയാണ്, ഒരു പരിഷ്കരിച്ച രൂപമാണ് ഈ എം സ്കൂൾ. ഡിഗ്രി തലത്തിലേക്ക് മാറുന്നത്. ഡിപ്ലോമയിൽ നിന്ന് ഡിഗ്രിയിലേക്ക് എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം? ഒരു പ്രധാന കാരണം അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ഈ വിദേശത്തേക്ക് ഉപരിപഠനത്തിനോ ജോലിക്കോ ഒക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് പലപ്പോഴും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. ഡിപ്ലോമയേക്കാൾ ഡിഗ്രിക്ക് ഒരു മുൻതൂക്കം കിട്ടുന്നുണ്ട്. അതൊരു പ്രാക്ടിക്കൽ റീസൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇന്ന് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള വിഷയങ്ങൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പലരും ഈ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളോ അതിന്റെ സ്ട്രാറ്റജികളോ മാനേജ്മെന്റ് രീതികളോ ഒന്നും ശരിക്കും മനസ്സിലാക്കാതെ കേവലം കുറച്ച് ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാൻ മാത്രം പഠിക്കുന്നു. ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പഠിക്കുന്നു. പക്ഷെ എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു സ്ട്രാറ്റജിക് തലം, ആ അറിവ് കിട്ടുന്നില്ല. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ടൂൾസ് മാത്രം പഠിച്ചാൽ പോരാ. ആ ഒരു വിടവ് നികത്തുക എന്നുള്ളതാണ് എം സ്കൂളിന്റെ ഒരു പ്രധാന ലക്ഷ്യം. വെറും ടെക്നിക്കൽ സ്കിൽ മാത്രമല്ല, കൂടെ നല്ലൊരു മാർക്കറ്റിംഗ് അടിത്തറ, മാനേജ്മെന്റ് സ്കിൽസ്, പിന്നെ ഏറ്റവും പ്രധാനം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇതെല്ലാം കൂടിയുള്ള നല്ല പ്രൊഫഷണൽസിനെ ഉണ്ടാക്കുക. ഷബീബ് സംഭാഷണത്തിൽ പിന്നെയും പറയുന്നൊരു കാര്യം, ഏത് ബിസിനസ് ആയാലും എന്ത് നല്ല ആശയമായാലും അതിന് നല്ല മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ അത് വിജയിക്കില്ല. അപ്പോൾ കഴിവുള്ള മാർക്കറ്റർമാർക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. ഈ പോയിന്റ് തിരിച്ചറിയാനും ബിസിനസ്സുകൾക്ക് ഇത്തരം പുതിയ സ്ഥാപനങ്ങളെയും കഴിവുകളെയും പറ്റി പറയാനുമാണല്ലോ ബ്രാൻഡ് ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ പ്രധാനമാവുന്നു, അല്ലേ? തീർച്ചയായും. കാരണം ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്താണോ അത്തരം കഴിവുകൾ വളർത്തുന്ന സംരംഭങ്ങളെ തിരിച്ചറിയുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോഴ്സുകൾ ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക? ആരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്? പ്രധാനമായും 2 തരം ആളുകളെയാണ്. ഒന്ന്, +2 കഴിഞ്ഞ കുട്ടികൾ. അവർക്ക് BBA കോഴ്സിലേക്ക് വരാം, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. റൈറ്റ്. പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്കും വരാം. പക്ഷെ ഇതൊരു സാധാരണ BBA MBA അല്ല എന്ന് ഷബീബ് സംഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ. നിലവിലെ വിദ്യാഭ്യാസ രീതിയെപ്പറ്റി ചില വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറേ ആവശ്യമില്ലാത്തതൊക്കെ പഠിക്കുന്നു, പക്ഷെ ശരിക്കും ജോലിക്ക് വേണ്ട കാര്യങ്ങൾ പലപ്പോഴും സിലബസിൽ വരുന്നില്ല, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊക്കെ.
ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്കൂൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് അവർ വ്യത്യസ്തരാവാൻ നോക്കുന്നത്. അവർ ഊന്നൽ കൊടുക്കുന്നത് 1. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയം നടത്താനുള്ള കഴിവ്. വളരെ പ്രധാനം. പിന്നെ ഡിജിറ്റൽ സ്കിൽസ്. ഇന്നത്തെ കാലത്ത് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പ്രാക്ടിക്കൽ മാർക്കറ്റിംഗ്. തിയറി മാത്രമല്ല, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള അറിവ്. അതോടൊപ്പം മാനേജ്മെന്റ് തത്വങ്ങളും. ഡിജിറ്റൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സ്കിൽസിൽ തന്നെ വെറുതെ ടൂൾസ് പഠിപ്പിക്കുക എന്നതിനപ്പുറം, ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. പിന്നെ ചാറ്റ് GPT. ചാറ്റ് GPT. അതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലോ. അറിയാം. പക്ഷെ ഷബി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചാറ്റ് GPT എന്താണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. പക്ഷേ 99% ആളുകൾക്കും അതിനെ ഏറ്റവും നന്നായിട്ട്, എഫക്റ്റീവായിട്ട് അവരുടെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അറിയില്ല. ശരിയാണ്. വെറുതെ എന്തെങ്കിലും എഴുതിക്കാനൊക്കെ ഉപയോഗിക്കുമായിരിക്കും. അതെ, വെറും കണ്ടന്റ് ഉണ്ടാക്കാനല്ല, സ്ട്രാറ്റജിക്കായിട്ട് എങ്ങനെ അതിനെ നമ്മുടെ വർക്ക് ഫ്ലോയുടെ ഭാഗമാക്കാം, എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്നത് പലർക്കും അറിയില്ല. അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലാണ് സ്കൂൾ ശ്രദ്ധിക്കുന്നത്. അതൊരു നല്ല കാര്യം. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവരുടെ പഠനരീതിയാണ്. അത് വെറും ക്ലാസ് റൂം ലെക്ചറിംഗ് അല്ല. അവർ പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ്. അനുഭവങ്ങളിലൂടെ പഠിക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ക്ലാസ്സിൽ വെച്ചാണോ? ക്ലാസ് റൂം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം കുട്ടികൾക്ക് റിയൽ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാൻ അവസരം കൊടുക്കുക. ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കൊടുക്കുക. അവർ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് പ്രയോഗിച്ചു നോക്കാൻ. അപ്പോ തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് പോകുന്നു. അതെ, പഠിക്കുന്ന കാര്യത്തിന് ഒരു പ്രായോഗിക തലം കൂടി കിട്ടുന്നു. അതോടൊപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരിയറിനെ തട്ടി ചിന്തിക്കുകയാണെങ്കിൽ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുമൊരു സർട്ടിഫിക്കറ്റിനപ്പുറം യഥാർത്ഥത്തിൽ നമുക്ക് ജോലിസ്ഥലത്ത് ഉപകാരപ്പെടുന്ന സ്കില്ലുകൾ കിട്ടുന്നുണ്ടോ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. അവസാനം നമ്മളെ സഹായിക്കുന്നത് ഈ കഴിവുകൾ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഷബീബ് എടുത്തു പറഞ്ഞ ആ ഒരു സ്കൂൾ പാക്കേജിലേക്ക് വരാം. അദ്ദേഹം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. നമ്മുടെ കരിയറിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന സ്കിൽ സെറ്റ് കിട്ടും. 2. ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടും, BBA അല്ലെങ്കിൽ MBA. അതെ, അംഗീകൃത ഡിഗ്രി. 3. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു വരുമാനമുണ്ടാക്കാനുള്ള അവസരം, ഏൺ വൈൽ യു ലേൺ. 4. നല്ലൊരു പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ്. 5. കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോലി ഉറപ്പ്, പ്ലേസ്മെന്റ്. അതെ, ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? അതാണ് അവരുടെ കോഴ്സ് സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത. ആദ്യത്തെ വർഷം, ഫസ്റ്റ് ഇയർ, കുട്ടികൾക്ക് പ്രധാനമായും തിയറിയും ഫൗണ്ടേഷനുമാണ് കൊടുക്കുന്നത്. ഓക്കേ. മീഡിയ, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിപ്പിക്കും. അതിന്റെ കൂടെ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷറും ഉണ്ടാകും. ശരി. അതിനുശേഷമുള്ള വർഷങ്ങളിലാണ് ഈ ഏൺ വൈൽ യു ലേൺ വരുന്നത്. അതായത് 2ാം വർഷം മുതൽ. അതെ, 2ാം വർഷം തൊട്ട് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനികളുടെ ലൈവ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാനോ അവസരം കിട്ടും. അപ്പോ അവർ പഠിച്ച കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കാം. അതിലൂടെ അവർക്കൊരു വരുമാനവും നേടാനും പറ്റും. ഓക്കേ. ഷബീബ് കണക്ക് പറയുന്നത് ഒരു BBA കോഴ്സ് കഴിയുമ്പോഴേക്കും ആ 3 വർഷത്തിനിടയിൽ ആദ്യ വർഷം കഴിഞ്ഞുള്ള ആ 2.5 വർഷം കൊണ്ട് ഏതാണ്ട് 3 ലക്ഷം മുതൽ 6.5 ലക്ഷം രൂപ വരെ ഒരു കുട്ടിക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നാണ്. അത് കൊള്ളാമല്ലോ. അപ്പൊ പഠിച്ചിറങ്ങുമ്പോൾ ഒരു വരുമാനം കയ്യിലുണ്ട്, പ്ലസ് കൂടെ ഒരു 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുണ്ട്. അതെ, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒരു ഫ്രഷറായിട്ട് ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മുന്നിലായിരിക്കും ഈ കുട്ടികൾ. അവരുടെ CV-യിൽ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ചില നിബന്ധനകളോടെ ആണെങ്കിലും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും അവർ പറയുന്നുണ്ട്. 100% പ്ലേസ്മെന്റ്, അത് വലിയൊരു വാഗ്ദാനമാണല്ലോ. എന്താണ് ആ നിബന്ധനകള്? വെറുതെ ജോയിൻ ചെയ്താൽ മതിയോ? അല്ല, അവിടെയാണ് കാര്യം. ഷബീബ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് അവിടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉറപ്പല്ല. ഓക്കേ. ഇത് പ്രധാനമായും ആ കുട്ടിയുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, കേപ്പബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ടാണ്. അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ വിലയിരുത്തിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ പ്ലേസ്മെന്റ് ഉറപ്പു കൊടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2-വിലെ മാർക്കോ ഡിഗ്രിയിലെ മാർക്കോ മാത്രം പോരാ. ഈ ഒരു ഫീൽഡിനോടുള്ള താൽപ്പര്യം, ഒരു പാഷൻ, പിന്നെ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്, കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം. അതെ, അതാണ് പ്രധാനം.
ഷബീബ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഫുൾ A+ കിട്ടിയൊരു കുട്ടിയാണ് വരുന്നതെങ്കിലും ആ കുട്ടിക്ക് ഈ വിഷയത്തിൽ വലിയ താൽപ്പര്യമോ അഭിരുചിയോ ഇല്ല എന്ന് തോന്നിയാൽ ചിലപ്പോൾ അഡ്മിഷൻ കൊടുക്കില്ല. ഓ, അതേസമയം ആവറേജ് മാർക്കുള്ളൊരു കുട്ടിയാണ്, പക്ഷേ ഈ മേഖലയിൽ ഭയങ്കര താൽപ്പര്യമുണ്ട്, എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സ്പാർക്കുണ്ട് എന്ന് കണ്ടാൽ അവർക്ക് അവസരം കൊടുക്കും. ഇത് കൊള്ളാം. വെറും മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അഭിരുചി നോക്കിയെടുക്കുന്നു. അതെ. അപ്പോ വെറുമൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനമാവാതെ ശരിക്കും കഴിവുള്ളവരെ കണ്ടെത്താനും അവരെ വളർത്താനുമുള്ള ഒരു ശ്രമം. ഇത് ശരിക്കും കമ്പനികൾക്കും നല്ലതല്ലേ, ഇങ്ങനെ സ്ക്രീൻ ചെയ്തു വരുന്ന കുട്ടികളെ കിട്ടുമ്പോൾ? തീർച്ചയായും. ഇവിടെയാണ് ബ്രാൻഡ് ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വീണ്ടും ഒരു റോള് വരുന്നത്. കാരണം ഇങ്ങനെ പ്രോപ്പറായിട്ട് വിലയിരുത്തി ട്രെയിൻ ചെയ്തു വരുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത് കമ്പനികൾക്ക് റിക്രൂട്ട്മെന്റ് എളുപ്പമാക്കും. ശരിയാണ്. ഇനിയിപ്പോ പ്ലേസ്മെന്റ് അല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സപ്പോർട്ടുണ്ടോ? അതും ഈ പാക്കേജിന്റെ ഭാഗമാണ്. അതിന് MP എന്ന് പറയുന്നൊരു സംഭവം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. MP? അതെ. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് ഐഡിയയൊക്കെയുള്ള കുട്ടികൾക്ക് അവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഐഡിയ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. എന്നിട്ട് കോഴ്സ് കഴിയുമ്പോഴേക്കും അതിനുവേണ്ട ഫണ്ടിംഗ് കണ്ടെത്താൻ വരെ M-സ്കൂൾ സഹായിക്കുമെന്നാണ് ഷബീബ് പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ സംരംഭകനാവാനും ഒരു അവസരം. അതെ. അതല്ലാതെ M-മീറ്റ്, M-ടോക്ക് എന്നൊക്കെ പറയുന്ന ചില പരിപാടികളുമുണ്ട്. അതെന്താണ്? അതൊക്കെ ഈ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സ്, ബിസിനസ്സുകാരൊക്കെ ആയിട്ട് കുട്ടികൾക്ക് നേരിട്ട് സംസാരിക്കാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ്. നെറ്റ്വർക്കിങ്ങിനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് സഹായിക്കും. അപ്പോ ഇതെല്ലാം കൂടി കേൾക്കുമ്പോ ഇതൊരു സാധാരണ കോളേജ് അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെന്റ്, പ്രാക്ടിക്കൽ ട്രെയിനിംഗ്, വരുമാനം നേടാനുള്ള അവസരം, പ്ലേസ്മെന്റ്, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ഇതെല്ലാം കൂടിയുള്ളൊരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് M-സ്കൂൾ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അതെ. ആ ഒരു കാഴ്ചപ്പാടാണ് ഷബീബ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് പൊതുവെയുള്ളൊരു പരാതിയുണ്ടല്ലോ, നമ്മുടെ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, MBA കഴിഞ്ഞവർക്ക് പോലും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള പ്രാക്ടിക്കൽ നോളജ് കുറവാണ്, അവരെ വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ. ശരിയാണ്, അത് കേൾക്കാറുണ്ട്. ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കൂടിയാണ് M-സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴ്സ് കഴിയുമ്പോഴേക്കും ഒരു കുട്ടി ഒന്നുകിൽ ജോലിക്ക് കയറാൻ റെഡിയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു ആത്മവിശ്വാസവും ബേസും കിട്ടിയിരിക്കും. ഇന്ത്യയുടെ ഒരു വളർച്ചയുടെ ഈ ഒരു കാലഘട്ടത്തില് മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വലിയ ചിന്ത കൂടി ഷബീബ് പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും. ലോകം ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇവിടത്തെ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിവുള്ള ആളുകൾ നമുക്ക് വേണം. അതിലേക്കുള്ള ഒരു നല്ല ചുവടുവെപ്പായിട്ട് ഇതിനെ കാണാം. അപ്പോ M-സ്കൂൾ എന്ന ഈ പുതിയ വിദ്യാഭ്യാസ സംരംഭത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു അംഗീകൃത ഡിഗ്രി, കൂടെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഏറ്റവും പുതിയ സ്കില്ലുകൾ, പ്രായോഗിക പരിശീലനം, അതിലൂടെ കിട്ടുന്ന തൊഴിൽ പരിചയം, പഠിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാനുള്ള അവസരം, പിന്നെ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പിന്തുണ, ഇതെല്ലാം ചേർന്നൊരു പാക്കേജ്. അതെ. മഞ്ചേരി ആസ്ഥാനമായി തുടങ്ങുന്ന ഈ സ്ഥാപനം മീഡിയ, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് മേഖലകളിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ഓപ്ഷൻ തന്നെയാണ്. ബ്രാൻഡ് ബുക്ക് ഇയർബുക്കിനു വേണ്ടി ജാഫർ എടക്കര, M-സ്കൂളിന്റെ സാരഥി ഷബീബുമായി നടത്തിയ സംഭാഷണത്തിലെ പ്രധാന കണ്ടെത്തലുകളാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. ഇന്നത്തെ കാലത്ത് വെറുമൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ശരിക്കുള്ള കഴിവുകൾക്കും പ്രായോഗിക അറിവിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ ചർച്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? ശരിയാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുമ്പോൾ അത് റിയൽ ലൈഫിൽ എത്രത്തോളം ഉപകാരപ്പെടും, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് അത് എങ്ങനെ ചേർന്നു പോകുന്നു എന്നൊക്കെ നന്നായിട്ട് ആലോചിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ ബിസിനസ് ലോകത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ ബ്രാൻഡ് ബുക്ക് പോലുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും നമ്മൾ കണ്ടു. അതെ. രക്തത്തിൽ ഡിജിറ്റൽ അറിവ് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത ഇതാണ്: നമ്മുടെ കുട്ടികൾക്ക് ജന്മനാ കിട്ടുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആർജിക്കാൻ പറ്റുന്ന ഈ ഡിജിറ്റൽ പരിജ്ഞാനത്തെ വെറുതെ ടൂൾസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിനപ്പുറം അതിനെ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങിലേക്കും ക്രിയേറ്റീവായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കഴിവിലേക്കും എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും? നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതികളിൽ എന്തു മാറ്റങ്ങൾ വന്നാലാണ് അത് സാധ്യമാവുക?
നല്ല ചോദ്യമാണ്. അതുപോലെ ഈ അനുഭവങ്ങളിലൂടെയുള്ള പഠനം അഥവാ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന ആശയം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റും? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ ചില ഉത്തരങ്ങൾ കിട്ടിയേക്കാം.